കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്ന വാർത്ത ഇന്ത്യയും താലിബാനും കൂടുതൽ അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ അധികാരം പിടിച്ചതു മുതൽ നാളിതുവരെ ഔദ്യോഗികമായി നാം താലിബാനെ അംഗീകരിച്ചിട്ടില്ല, താലിബാൻ ഭരണകൂടത്തെ നാം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് 8 മാസം മുമ്പ് നമ്മൾ അവിടെ ഒരു എംബസി നമ്മുടെ പ്രവർത്തിക്കുന്നില്ല, പകരം ഒരു ടീം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് സാങ്കേതികപരമായ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ടീം എന്നാണ്. ഇപ്പോഴത്തെ പുതിയ വാർത്തയും എത്തുന്നു. മുംബൈയിലുള്ള അഫ്ഗാൻ കോൺസുലേറ്റിലേക്ക് താലിബാന്റെ ഒരു പ്രതിനിധിയെ ഇപ്പോൾ താലിബാൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയോട് വളരെ കാലമായി താലിബാൻ ആവശ്യപ്പെടുന്ന ഒന്നാണ് തങ്ങളുടെ ഒരു പ്രതിനിധിയെ ഇന്ത്യയിലുള്ള അഫ്ഗാൻ കോൺസുലേറ്റിൽ നിയമിക്കണം എന്നുള്ളത്. ഇപ്പോഴത്തെ ഇക്രാമുദ്ദീൻ കാലിമിനെയാണ് ഇപ്പോൾ താലിബാന്റെ പ്രതിനിധിയായി ഇപ്പോൾ കോൺസുലേറ്റിൽ നിയമിച്ചിരിക്കുന്നത്. ഇതിനെ ഇന്ത്യ എതിർത്തിട്ടുമില്ല. അതായത് ബാക്ക്ഡോർ വഴിയുള്ള ഡീലിങ്സുകളെല്ലാം വളരെ ദ്രുതഗതിയിൽ ഈ അടുത്ത കാലത്തായി കൂടിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ ഒരു പ്രതിനിധി സംഘം അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അവിടുത്തെ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. അന്ന് ആ മന്ത്രിമാർ ഇന്ത്യക്ക് നൽകിയ ഉറപ്പ് തങ്ങളുടെ മണ്ണിൽ ജെയ്ഷെ മുഹമ്മദിനോ ലഷ്കർ-ഇ തോയ്ബയ്ക്കോ ഒളിക്കുവാനോ ഇവിടെ നിന്ന് ആക്രമണം സംഘടിപ്പിക്കുവാനോ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് കരാർ രൂപത്തിലാണ് നൽകിയിരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ തുടർന്ന് വരുന്ന ആ സഹകരണം, അതായത് മരുന്നിൻ്റെയും ഭക്ഷണത്തിൻ്റെയും മറ്റുമുള്ള സഹകരണം തുടർന്നും ഉണ്ടാകണമെന്നും തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഇന്ത്യ സഹായിക്കണമെന്നും കൂടി അഭ്യർത്ഥന വെച്ചിരുന്നു. ഏതായാലും ഇന്ത്യയും താലിബാനും തമ്മിലുള്ള ഈ ഒരു അടുപ്പം ഏറ്റവും കൂടുതൽ തലവേദനയായി മാറുന്ന പാകിസ്ഥാനാണ്. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന പഖ്തൂൺ മേഖല അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും, അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം ഇപ്പോഴും ഈ പഖ്തൂണിനെ ഈ പാകിസ്ഥാന്റെ ഭാഗമായി അംഗീകരിച്ചിട്ടില്ല. അവിടെയാണ് ഈ ബലൂചിസ്ഥാനികളുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ താലിബാനാണ് എന്നാണ് നിരന്തരം ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുമ്പോൾ പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരർ ഇനി എവിടെ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിലും വലിയ സന്ദേഹമാണ് പാകിസ്ഥാനുള്ളത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഈ താലിബാൻ ഭരണകൂടവുമായിട്ട്, ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവുമായിട്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥരും മെഡിക്കൽ ടീമും മറ്റുമൊക്കെ നിരന്തരം കൂടിക്കാഴ്ചകളും അനവധി കരാറുകളും മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായങ്ങൾ ഉടനടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് താലിബാൻ ഭരണകൂടം കരുതുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു പോളിസി ആകാം ഇതിന് പിന്നിൽ എന്ന് കരുതേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.